ഡ്രസ് മാറ്റി. തലമുടിയൊക്കെ വേഗം ചെയ്യുന്നത്. കിണറ്റിൽ വെള്ളമില്ല പറഞ്ഞില്ലേ. അപ്പോൾ എവിടേക്കെങ്കിലൊക്കെ പോകാ വെച്ചാൽ വെള്ളം കോരി നിറച്ചിട്ട് വേണ്ടേ പോകാൻ. ഇപ്പോൾ വെള്ളം നിറയ്ക്കുക. ഇത്രയും വെള്ളം അവിടെ നിന്ന് കൊണ്ടുവരും കേട്ടോ. അടുത്ത വീട്ടിൽ നിന്ന് ഇത്ര മതി. നാളെ രാവിലെ അപ്പോൾ കണ്ടോ ഇത്രേ വെള്ളം ഈ ചെമ്പിൽ ആ കുടത്തിലൊക്കെ കേട്ടോ. മഴ പെയ്തും കൊണ്ടാണ് തോന്നുന്നുണ്ട്. അവരുടെ വെള്ളം ചെറുതായിട്ട് നല്ല രീതിയിൽ കലക്കുന്നുണ്ട്. അത് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇത് നല്ല കലക്കിയ വെള്ളം കണ്ടോ. ഇതെന്തിക്കാണ് ഇനി വെള്ളം? ഇതിന് കുറച്ച് കഴിയുമ്പോൾ എന്താ അടിയിലുള്ള മണ്ണൊക്കെ അടിയിലേക്ക് പോയിട്ട് വെള്ളം തെളിയും കേട്ടോ. നല്ല വെള്ളം നല്ല വെള്ളം തന്നെ ഉള്ളൂ. ഇതൊക്കെ ശരിയാവും ചെയ്തു. ഈ വെള്ളം നല്ല ഇപ്പം എല്ലാവിടെയും നമ്മുടെ കിണറ്റത്തെ വെള്ളം കുറച്ച് വെള്ളമായിട്ടുണ്ട്. ഇന്നും കൂടി മഴ പെയ്ത് കഴിഞ്ഞാൽ നാളെ വയ്ക്കും നമുക്ക് വെള്ളമാവും. നിങ്ങൾക്കില്ലേ അടിപൊളി സംഭവം കാണിച്ചു തരണം. വാ കാണിച്ചു കൊടുക്കണ്ടേ അച്ചു? വരും 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 എടുക്കേ അമ്മേ. എൻ്റെ മൈക്ക് ഇറങ്ങടി അച്ചു. ഇറങ്ങച്ചു കുഞ്ഞൊരു കടി അടിക്കടാ. അമ്മ വിടച്ചൻ്റെ അടുപ്പ്. ഇതിന് പിന്നെ എടുക്കാൻ പറ്റിയ ഇതേളൂ. കുഞ്ഞ കാണിച്ചു കൊടുക്കണേ. കുഞ്ഞുണ്ടി നോക്കി നോക്ക്. കുഞ്ഞേട്ടന് ഇപ്പൊ എടുക്കണം. എത്ര എടുക്കാന് കൊതിയ വെറുതെ തന്നെ എടുക്കണോ? വല്യച്ഛനെ എടുക്കൂട്ടാ. എന്താണ് ചെയ്യണത്? മതി മതി. ആടി കളിക്കണ്ട. പപ്പൂന് അസൂയ കുശുമ്പ് കുനിറ്റ് എല്ലാം കയറിയിരിക്കണു പപ്പൂന്. നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റ് കഴിഞ്ഞു. നമ്മുടെ ഓട്ടോ ഉഷാറായി പറഞ്ഞു കഴിഞ്ഞാൽ കളർ മാറ്റി. അത് കണ്ടില്ലല്ലോ. ആദ്യം വാടാമല്ലി കളറായിരുന്നില്ലേ. ഇതാ ഈ കളറായിരുന്നില്ലേ. ഈ കളർ മാറ്റിട്ടോ. ഈ കളർ എന്താ വെച്ചാൽ നിരച്ചിരുന്നു. അവര് പറഞ്ഞു ഇത് മാറ്റാന്ന് പറഞ്ഞു. ഈ കളർ മാറ്റി തരാന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് അങ്ങനെ നീലയാക്കിയിട്ടുണ്ട്. കണ്ടോ വയലറ്റ്. ഇത് നീല. അപ്പൊ ഇവിടെ വയലറ്റ് കേട്ടോ. ഞാൻ എന്നിട്ട് പറയണേ എന്തിനാ വയലറ്റ് ആക്കി എന്നുള്ളത്. അപ്പോൾ ഇത് ചെയ്തു. പിന്നെ ഇതിൽ നിങ്ങളെല്ലാവരും പറഞ്ഞിരുന്നില്ലേ നമ്മുടെ ഓട്ടോയുടെ പേര് ദാ കുഞ്ചൂസ് ഫാമിലി. കണ്ടോ വണ്ടിയുടെ പേര് കുഞ്ചൂസ് ഫാമിലി. ദാ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്. അപ്പോൾ ഇനി നമ്മുടെ ഈ വണ്ടി കണ്ടു കഴിഞ്ഞു വെച്ചാൽ നമ്മൾ ആ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് വിചാരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ മാനിക്കാതിരിക്കാൻ പാടില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ നമ്മൾ സ്വീകരിക്കണമല്ലോ. ഇപ്പോൾ പുതിയതായി വണ്ടി കണ്ട ടെസ്റ്റ് കഴിഞ്ഞ് ഇതാ ഇവിടത്തേക്ക് നേരത്തെ ടെസ്റ്റ് അവർ ചെയ്ത് തന്നിട്ട് ഇവിടെ പെയിന്റ് അടിച്ചിട്ടേ ഇതൊക്കെ ഇങ്ങനെ മാന്തിയപ്പോഴേക്കും നമ്മുടെ കാല് വെച്ചപ്പോഴേക്കും ഇവിടെയൊക്കെ ഇങ്ങനെ പെയിന്റ് മൊത്തം പോയിട്ടാ. അപ്പോൾ നമ്മളത് അവരോട് പറഞ്ഞു നമ്മൾ ഉപയോഗിക്കും കൂടി ചെയ്തില്ല. ടെസ്റ്റ് കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ പെയിന്റ് പോയി കഴിഞ്ഞാൽ പിന്നെന്താ. അപ്പോൾ അവർ പക്ഷെ പറഞ്ഞോട്ടോ നമുക്ക് ശരിയാക്കി തരാമെന്ന് ശരിയാക്കി തന്നു. ഇപ്പോൾ പുതിയ വണ്ടി പോലെ കാണിച്ചു കൊടുക്കട്ടാ. വണ്ടി ഫുള്ളും വണ്ടി ചാവിതാ. അപ്പോൾ നമ്മുടെ കുഞ്ചൂസ് ഓ കുഞ്ഞുണ്ണി പറയുന്ന കേട്ടോ അന്ന് പൊട്ട വണ്ടി എന്താ വണ്ടിയിലെ അമ്മ ചേച്ചിയുടെയാണ്. അത് സത്യം. ഇങ്ങനത്തെ എൻ്റെ കുഞ്ഞച്ഛൻ്റെ. ഓ അച്ചു വാങ്ങിയിട്ട് സതിയേട്ടനും കൊടുത്തു. അമ്മ വാങ്ങിയിട്ട് ഇവിടെ പെയിന്റ് അടിച്ചില്ല കേട്ടോ ഏട്ടാ അവര്. അത് ഇവിടെ പെയിന്റ് അടിച്ചില്ല. അപ്പോൾ ഇതാ വണ്ടി നമ്മുടെ വണ്ടി പുതിയ വണ്ടി പോലെ ആയിട്ടാ. പുതിയ വണ്ടി പോലെ ആയി. കണ്ട ഇനി പാട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അച്ഛാ പാട്ട് പാടം എന്നുള്ളത് കണ്ടോ. കുഞ്ഞൻ പറയുന്നത് കേട്ടോ പാട്ടും കൂത്തൊക്കെ വേണം. ഇതിലൊക്കെ നിറച്ച് വെള്ളമാണല്ലോ. അതുകൊണ്ട് എന്താ ഓരോരുത്തർ നാളെ ലുലുമാള് പോണം, നാളെ അവിടെ പോണം പറയുന്നതാണ്. എന്തേ അന്ന് പോയപ്പെടുത്തല്ലോ നമ്മള് ഡിമ്പിൾ എടുക്കാൻ പാടില്ല അവിടെ പോകുമ്പോ.
വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമുക്ക് പോകണം കേട്ടോ. അപ്പോൾ എന്താ ഇഷ്ടമായില്ലേ പേര് കുഞ്ചൂസ് ഫാമിലി? അപ്പോൾ നമ്മുടെ കുടുംബം പറയുമ്പോൾ നമ്മൾ കേൾക്കാതിരിക്കുമോ? അതെന്തൊക്കെയാണ് വെച്ചാലും കേൾക്കും. വണ്ടി ഇഷ്ടമായോ? ഈ പേരിങ്ങനെ എഴുതിയില്ലേ? ഈ പേര് എഴുതിയില്ലേ? പേരെഴുതി ഇത് വലുതും ഇത് ചെറുതുമായി. അപ്പോൾ അത് മാത്രം ഞാൻ എന്താ അങ്ങനെ ചെയ്തെന്നാണ്. ഇത്രയൊക്കെ കലാബോധവും ഒക്കെ ഉണ്ടോ അല്ലേ? എന്താണ് പറഞ്ഞ കുഞ്ഞാ? ഗോ പോവല്ലേ? എവിടേക്കാ പോണ്ട്? മീൻവല്ലത്തേക്ക്. ഓരോരുത്തർക്ക് ഓരോ സ്ഥലത്തേക്ക് പോകാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ. എന്തോ ഒരു ചൂടാ വെച്ചിട്ടാ എൻ്റെ അപ്പോ. കണ്ണാടി കണ്ടാൽ നമ്മൾ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണല്ലേ, പിന്നെയും ഒന്നും കൂടി നോക്കും. എന്താണെന്നറിയില്ല, ഒരു നോക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലേ കുഞ്ഞാ? കുഞ്ഞു ചിരിക്കണോക്കിയൊക്കെ. ഇങ്ങനത്തെ കണ്ണാടിയല്ല, നമ്മുടെ പഴയ വണ്ടി കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഗ്ലാസ് മാറ്റി. ഇതേപോലെ ഇനി നമുക്കൊരു കാര്യം കൂടി ചെയ്യാൻ. വൈപ്പർ ഇത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഇത് നമ്മൾ 2 ദിവസം മുമ്പേണ് പോയി വെച്ചത് കേട്ടോ. പിന്നെ നമ്മുടെ സീറ്റ് കവർ, സീറ്റും ഇങ്ങനെ കണ്ടോ ആദ്യം സീറ്റായി. അല്ല, അവൻ പറയുന്നത് കേട്ടോ, ആദ്യം നമ്മുടെ ആകാശവണ്ടിയായിരുന്നു എന്ന്. എന്താ ആകാശവണ്ടിയായിരുന്നു, തല്ലിപ്പൊളി അതിനെ അതല്ലേ നമ്മള് ഈ വണ്ടി. ആ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ ഈ വണ്ടീനെ പറ്റി പറയുക വെച്ചാലേ, നമ്മള് ഈ 12 പേരും ഈ വണ്ടിയിൽ പോയിട്ടുണ്ട് കേട്ടാ. കുതിര വണ്ടിയാണ്. 12 പേര്, നമ്മള് 12 പേരും ഇവിടെ ഈ വണ്ടിയിൽ പോയിരുന്നു. പിന്നെ നമ്മുടെ കിച്ചുവിനെ എന്താ കാണാത്തതെന്നറിയോ? കിച്ചു ഇന്ന് അമ്പലത്തിൽ തിരുവോണോട്ടുണ്ട് കേട്ടോ. അപ്പം അതിന് കഴിക്കാൻ വേണ്ടി പോയിട്ട് അവൻ ആരോ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്, അതാണ് കാണാത്തത്. ഇപ്പം ഈ സൈക്കിളും കൊണ്ട് ഇങ്ങനെ ഓട്ടം തന്നെ സൈക്കിളിന് കാറ്റ് അയച്ചു വിടേണ്ടി വരുന്ന തോന്നുന്നത്. കുട്ടി അവള് പിന്നെയും പോയി നിറയ്ക്കുന്നു. എന്താ പറയുന്നത്? അമ്മു ഇതെന്താ വിചാരിച്ചിട്ട് ആ മണ്ണ് കണ്ടില്ലേ? അമ്മു മണ്ണ് എന്ന് പറയുന്നതല്ലേ, ഇത് മണ്ണാണ് കേട്ടോ, കളിമണ്ണില്ലേ. അമ്മു നല്ല നമ്മുടെ സാധാ മണ്ണെടുത്ത് കഴുകി കുറേ പ്രാവശ്യം കഴുകിയിട്ട് അത് മണ്ണ് കഴുകി അരിച്ചിട്ട് അതിൻ്റെ ഊറിൽ വരില്ല കേട്ടാ, അതും കൊണ്ട് ഉണ്ടാക്കിയത്. അടുത്ത വെള്ളം കളഞ്ഞിട്ട് ഒരു ഉണ്ട പോലെ ഉണ്ടായിരുന്നു മണ്ണ്. അപ്പോൾ അത് ചെയ്തതാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഒരു ഉരുള പോലൊക്കെ ഉണ്ടാക്കിയിട്ട് 1 2 3 4 എന്നിട്ട് അതിങ്ങോട്ട് തിരിച്ചു വെച്ചേക്ക പടിയും കൂടി ആക്കിയിട്ട്. ഇതെന്താ കണ്ടിട്ട് തോന്നണത്? ആമ കണ്ടോ? ആമയുടെ തല, ആമയുടെ വാല്, 2 കാല് കണ്ടില്ലേ? ഇതാ ഇതിലിങ്ങനെ ഇരിക്കുക കണ്ട. അമ്മൂൻ്റെ കലാപരിപാടിയാണ് കേട്ടോ. ഒട്ടിച്ച് വെച്ചേക്ക കേട്ടോ, തല പൊട്ടിച്ച്, തലയുടെ ഷേപ്പൊക്കെ നോക്കിയിട്ടാ. ഇത് ഇങ്ങോട്ടൊക്കെ ഇവള് ഇവിടെ വായിക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ? അമ്മൂന് ഇങ്ങനെയൊക്കെയുള്ള കഴിവുകളുണ്ട് കേട്ടോ. പക്ഷെ അമ്മൂല്ലേ ഒക്കെ തോന്നിയാൽ മാത്രമേ ചെയ്യുള്ളൂ. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ അമ്മു ഒന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കും. നന്നായിട്ടില്ലേ അത് എടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ഇതാ അത് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാ കണ്ടോ മണ്ണ്, അമ്മൂൻ്റെ പണിയാണ് കേട്ടോ അത്. മണ്ണ് കണ്ടില്ലേ, മണ്ണരിക്കാനും ഒക്കെ എടുത്താണ്. എന്താ കാട്ടി? കൊണ്ടവാണ്ട അവന്റെ കയ്യിന്റെ ഇത് കണ്ടിട്ട് എന്താ കുട്ടീനെ കാട്ടുന്നത്? എന്താണ്? ഇതെന്താ? ഇലയും കൊണ്ടോ? ബിരുടൊക്കെ ഇവർക്ക് എല്ലാ കുട്ടികളും എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കില്ലേ? ഇവർക്ക് മണ്ണ് കളി, ഇലയിൽ കളി, ചളിയിൽ കളി, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതാ ബാ മുത്ത് വാണ്ട, നിന്റെ കൈ കൊണ്ട് പേടിച്ചിട്ടാണേ.
കയ്യിലെന്താണാവോ വിചാരിച്ചിട്ടാണ് അവനെ പപ്പുനെ. ഇതെന്തേലേ താളിയില പോലത്തെ അല്ലേ ഈ ഇല? എന്താ ചെയ്ത്? അരച്ചിട്ട് അതിന്റെ നീരെടുത്തു വെയിലത്ത് വെച്ചതാ. വെയിലത്ത് വെച്ച് ഇതാ അതിന്റെ പീക്സ് അതവളുടെ പീസ്. വേഗം വന്നോളൂ, എല്ലാവർക്കും മുറിച്ചു തരാം. കണ്ടോ ഇതാ ഈ ഇത് കൂടെ ഒക്കെ ഇവർക്ക് കളിയാണ് കേട്ടോ. ഞാനിങ്ങനെ വിചാരിക്കും ഇവരിങ്ങനെ കളിക്കുമ്പോഴേ അങ്ങനെ ചെയ്തോട്ടെ. കാരണം എന്താ വെച്ചാല് അവർക്ക് എന്താ ഒരു സന്തോഷല്ലേ ഇങ്ങനെ ചെയ്യുമ്പോ. എന്നിട്ട് വേണ്ട പിന്നെ എന്നിട്ട് ഞാൻ അവരുടെ കളിയല്ല, ഒരു സന്തോഷമല്ല. ഈ ടി വിയിലും ഫോണിലും നിൽക്കുന്നത് നമ്മുടെ വീടിൽ നിന്ന് എവിടേക്ക് മാറിപ്പോകണോ ഇല്ലല്ലോ, ഇവിടെ തന്നെ ഇരിക്കല്ലേ. അപ്പൊ അതങ്ങനെ അതേപോലെ അച്ചുട്ടി അതാണ്ട് അച്ചു നിക്ക്. അച്ചുട്ടി ഈ തേക്കിന്റെ ഈ തൂമ്പലല്ലേ? ഓ അച്ചുവിന് അതൊക്കെ അറിയാം, ഞാൻ ആരൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിന്നൊരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്നാ നേരത്തെ വെള്ളമൊക്കെ കോരി വെച്ച് കഴിഞ്ഞു വെച്ചാൽ ആ പണികളൊക്കെ കഴിയുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ചോറൊക്കെയായി, ചോറും കൂട്ടാനൊക്കെ ആയി കേട്ടോ. ഒന്നിനി പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് കുട്ടികളെയും കൊണ്ട് വണ്ടി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ അവർ പറയുന്നത് എവിടേക്കെങ്കിലും പൂവ് വച്ചാന്ന്. അപ്പം അടുത്ത എവിടേക്കെങ്കിലും ഒന്ന് പുറത്ത് കൊണ്ടുപോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അന്ന് പോയ കുളത്തേക്ക് പോയത്. അപ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ സുകന്യയും കുട്ടികളൊക്കെ അതാ പുറപ്പെടുന്നു കേട്ടോ. അപ്പോൾ സുകന്യയോടെ പുറപ്പെടുകയാണ്, അതാണ് കാണാത്തത്. നമ്മൾ പോണതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ എടുക്കാം. ആ മീൻ വലത്തേക്ക് പോവല്ലേന്ന് കിച്ചൂടെ ഡ്രസ്സ് ഇടറാ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.